ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ ഡാഷ് ക്യാം മേടിച്ചു. അപ്പോൾ ഈ വീഡിയോ ഡാഷ് ക്യാമിനെ കുറിച്ചാണ്. ഒരു ഡാഷ് ക്യാം അവയർനെസ് പ്ലസ് നമ്മൾ മേടിച്ച ഡാഷ് ക്യാമിൻ്റെ സംഗതികൾ പങ്കുവയ്ക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മേടിച്ച ഡാഷ് ക്യാം ഞാൻ ആദ്യം തന്നെ കാണിച്ചു തരാം. അത് DDPAIയുടെ മിനി A2 എന്ന് പറയുന്നൊരു മോഡലാണ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഡാഷ് ക്യാമറയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നമുക്ക് ഡാഷ് ക്യാമറകൾ എന്തിനാണെന്നുള്ളതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. നമ്മുടെ നാട്ടിൽ ഇതൊട്ടും കോമൺ ആയിട്ടില്ല. ബഹുഭൂരിപക്ഷം വണ്ടികളിലും നമ്മുടെ നാട്ടിൽ ഡാഷ് ക്യാമറ ഇല്ല. അതേപോലെ തന്നെ ഡാഷ് ക്യാമറയുടെ ഒരു ആവശ്യകതയെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ ഒരു കാർ ഓണേഴ്സ് ഒട്ടും തന്നെ ബോധേടുമല്ല. ഇതങ്ങനെ ചിലവ് വരുന്ന സംഗതി ഭയങ്കര ചിലവൊന്നുമില്ല. നമ്മളൊരു കാർ മേടിക്കുന്ന പൈസ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു ഡാഷ് ക്യാമറയുടെ ചിലവെന്ന് പറയുന്നത് വളരെ നിസ്സാരമായൊരു തുകയാണത്. ഏകദേശം ഒരു 2500-3000 രൂപ റേഞ്ച് തൊട്ട് തുടങ്ങും ഇതിൻ്റെ വില. അതായത് ഒരു എൻട്രി ലെവൽ കാർ നമ്മുടെ നാട്ടിൽ മേടിക്കുന്ന ഒരു 3 ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ അതിൻ്റെ 1% നമുക്ക് ഈ ഡാഷ് ക്യാമറ മേടിച്ച് വയ്ക്കാൻ വേണ്ടി ചിലവാകുന്നത്. ഇനി ഡാഷ് ക്യാമറയുടെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് കണ്ടിന്യൂസ്ലി നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൃശ്യങ്ങൾ പകർത്തുക, മുമ്പിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ഡാഷ് ക്യാമറയുടെ ഉപയോഗം. ഇതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും മെയിനായിട്ട് ഒരു ആക്സിഡൻ്റ് ഒക്കെ നടന്നു കഴിഞ്ഞിട്ട് ഈ പുറത്തിറങ്ങി തറക്കിക്കുക, കൂടുതൽ നന്നായിട്ട് തറയ്ക്കുന്നവൻ്റെ ഭാഗം വിജയിക്കുക എന്നുള്ളൊരു സ്കീമാണല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പോൾ ആ സമയത്ത് നമ്മൾ റോങ് അല്ല എന്ന് തെളിയിക്കാനായിട്ട് നമ്മുടെ കയ്യിലൊരു പ്രൂഫായിട്ട് ഡാഷ് ക്യാമറ വിഷ്വൽസ് എന്തായാലും ഉപകരിക്കും. അപ്പോൾ ഈ അപകടങ്ങളിൽ നമുക്കൊരു പ്രൂഫായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ഉപയോഗം. പിന്നെ നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് പോയി കഴിയുമ്പോൾ ആരെങ്കിലും നമ്മുടെ കാറിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ, എന്തെങ്കിലും തട്ടുമുട്ട് പരിപാടികളൊക്കെ ചെയ്താൽ ഫ്രണ്ടിൽ നിന്നാൽ ചെയ്തെങ്കിൽ നമ്മുടെ വിഷ്വൽസ് കിട്ടും. അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും ക്യാമറ ഉള്ളതും അകത്തോട്ട് ഉള്ളിലുള്ള യാത്രക്കാരെ കാണുന്ന ഡാഷ് ക്യാമറകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. 3 ക്യാമറയുള്ള ഫ്രണ്ടിലും ബാക്കിലും അകത്തും കാണുന്നത്. അത് പൊതുവെ ടാക്സിക്കാർക്കൊക്കെ ഉപയോഗിക്കാനുള്ള സംഭവമാണത്. അപ്പോൾ കയറുന്ന ആൾക്കാരുടെ ഒരു പ്രവൃത്തികളൊക്കെ മോണിറ്റർ ചെയ്യാനുള്ള രീതിയിൽ. പിന്നെ അതേപോലെ തന്നെ പലപ്പോഴും പോലീസ് ചെക്കിങ്ങുകൾ ഉണ്ടാവാറുണ്ട്. വെറുതെ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഒരു പെറ്റി അടിച്ചു തരാൻ നോക്കിയിരിക്കുന്നവരാണെങ്കിൽ, മെയിനായിട്ട് നമ്മുടെ നാട്ടിലെ കേസ് ആയിരിക്കില്ല. അതുകൊണ്ട് പുറത്തൊക്കെ പോയി കഴിയുമ്പോൾ, പ്രത്യേകിച്ച് അന്യ സംസ്ഥാന വണ്ടിയായി കഴിയുമ്പോൾ അവരെന്തെങ്കിലും കേസും പറഞ്ഞ് നമ്മളെ ഇതിൽ 500 രൂപ മേടിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ പൊതുവെ ക്യാമറ ഉണ്ടെങ്കിൽ കണ്ടു കഴിയുമ്പോൾ ഇവർ പയ്യെ അങ്ങോട്ട് മാറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്, നമ്മളെ അധികം ബുദ്ധിമുട്ടിക്കാതെ. അപ്പോൾ അങ്ങനെ നോക്കിയാലും നമുക്ക് മെച്ചമാണ്. ഇനി ഡാഷ് ക്യാമറകളുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഡാഷ് ക്യാമറയുടെ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നമ്മൾ ഏറ്റവും ബേസിക് ആണെങ്കിൽ പോലും വിലയോ അതിൻ്റെ ഫുൾ HD 4K ഇതൊന്നും നോക്കാതെ തന്നെ, വീഡിയോൻ്റെ ക്വാളിറ്റി ഇതൊന്നും നോക്കാതെ തന്നെ ഏറ്റവും ബേസിക്കായ ഒരു ക്യാമറ മേടിച്ച് വയ്ക്കാമെന്നുള്ളതാണ് ഇതിനകത്ത് മെയിൻ കാര്യം. പിന്നെ നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ഫുൾ HD ഉള്ള ക്യാമറ മേടിക്കാം, ഡിസ്പ്ലേ ഉള്ളത് മേടിക്കാം, 4K ഉള്ള ക്യാമറ ഉണ്ട് അത് മേടിക്കാം. അത് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറായ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് മേടിക്കാം. പക്ഷേ മിനിമം നമ്മളൊരു ബേസിക് ഡാഷ് ക്യാം മേടിച്ച് വയ്ക്കാമെന്നുള്ളതാണ് ഉള്ളത്. ഡിസ്പ്ലേ ഉള്ള ക്യാമറകളാണെങ്കിൽ നമുക്കൊരു മെച്ചമുണ്ട്. നമുക്ക് ആ ക്യാമറയിൽ തന്നെ അതിൻ്റെ പ്രിവ്യൂ കാണാം. അത് വേണമെങ്കിൽ നമുക്ക് റൺ ടൈമിൽ തന്നെ അതിൻ്റെ വീഡിയോ ഓണാക്കി ഇടാൻ പ്രത്യേകിച്ച്. അതുകൊണ്ട് ഉപകാരമൊന്നുമില്ല. നമ്മൾ കാണുന്ന ഫ്രണ്ടിലെ സംഭവം തന്നെ, പക്ഷേ ക്യാമറയിൽ എന്താണ് ക്യാപ്ചർ ആവുന്നത് നമുക്കറിയാൻ പറ്റും. പിന്നെ മെയിനായിട്ട് നമുക്കൊരു പ്രത്യേകിച്ച് ഒരു ആവശ്യം വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രിവ്യൂ കാണാനും അതൊക്കെ നമുക്ക് ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ നേരിട്ട് അതിനകത്ത് തന്നെ അങ്ങ് ചെയ്യാം. പക്ഷേ ഇതിന് ഡിസ്പ്ലേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഫോണിൽ കണക്ട് ചെയ്തിട്ട് വേണം അതിൻ്റെ വിഷ്വൽ കാണാനും ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ. DDPAI എന്ന് പറയുന്ന അത്യാവശ്യം നല്ല കമ്പനിയാണെന്നാണ് കേട്ടിരിക്കുന്നത്. ഇവരുടെ ക്യാമറകൾ ഇവർക്ക് ഏറ്റവും ലോ എൻഡ് തൊട്ട് അങ്ങോട്ടൊരു 10,000 വരെയൊക്കെയുള്ള ക്യാമറകളുണ്ട്. ഇതിന് 4,500-ൻ്റെയാണ് ഈ ക്യാമറ. ഇവർക്ക് തന്നെ DDPAI മിനി എന്നും പറഞ്ഞൊരു മോഡലുണ്ട്. അത് നമ്മുടെ പവർ ചെയ്യുന്ന USB സോക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ 12 വോൾട്ട് സോക്കറ്റിൽ നിന്നാണ് അതിന് പവർ ചെയ്യുക. അതിലപ്പോൾ നമുക്ക് പാർക്കിംഗ് മോണിറ്ററിംഗ് ഉണ്ടാവില്ല. പാർക്കിംഗ് മോണിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി നിർത്തിയിട്ട് കഴിയുമ്പോൾ വിഷ്വൽസ് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനമാണ് പാർക്കിംഗ് മോണിറ്റർ. അതിന് നമ്മൾ വയറിൽ നിന്നുള്ള കണക്ഷൻ കൊടുക്കണം. അപ്പോൾ അതിന് നമ്മളൊരു വയറിംഗ് കിറ്റും കൂടെ മേടിക്കണം. ആ വയറിംഗ് കിറ്റിന് സെപ്പറേറ്റ് ആയിട്ട് ആമസോണിലുണ്ട്. DDPAI മിനിക്ക് ഏതാണ്ട് ഒരു 3,700 ആമസോണിൽ കിടക്കുന്നത്. ചിലപ്പോൾ ഓഫർ സമയത്തൊക്കെ ഒരു 3,500 റേഞ്ചിലേക്ക് അത് വരാറുണ്ട്. പിന്നെ അതിൻ്റെ വയറിംഗ് കിറ്റിന് 600-700 മറ്റാണ്. അങ്ങനെ ഒരു 400 ആ റേഞ്ചിൽ വരും അതിൻ്റെ വില. ഓഫർ സമയത്താണെങ്കിൽ ഒരു 4,200 അങ്ങനെയൊക്കെ ആ ഒരു റേഞ്ചിലേക്ക് വരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇത് മൊത്തം 4,500 ഇതിൻ്റെ കൂടെ വയറിംഗ് കിറ്റ് ഉണ്ട്. അപ്പോൾ ക്യാമറ മിനിയേക്കാളും സ്ലൈറ്റ്ലി ബെറ്ററാണ് ഈ A2-ൻ്റെ എന്നാണ് ഇതുള്ള റിവ്യൂ. അപ്പോൾ അതുകൊണ്ട് വലിയ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് എടുത്തു. പിന്നെ നമ്മളൊരു ആമസോണിൻ്റെ ഓഫർ സമയത്തായതുകൊണ്ട് 4,500-ൻ്റെ ക്യാമറ 10% ബാങ്ക് ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു 4,100 ആ റേഞ്ചിൽ നമുക്ക് സാധനം കിട്ടി. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിൽ നിന്ന് വാങ്ങിക്കാം. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഒരു ചെയ്യുന്ന 24 hour പാർക്കിംഗ് മോണിറ്ററിംഗ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് പാർക്കിംഗ് മോണിറ്ററിംഗ് സെറ്റ് ചെയ്യാം അതിനകത്ത്.
വേണമെങ്കിൽ 24 മണിക്കൂർ ഇടാം, അല്ലെങ്കിൽ 1 മണിക്കൂർ ഇടാം, 6 മണിക്കൂർ ഇടാം, 48 hours വരെ നമുക്ക് ഇടാം. പിന്നെ പല ക്വാളിറ്റിയിൽ നമുക്ക് പാർക്കിങ്ങിൻ്റെ സമയത്തുള്ള വീഡിയോസ്, വിഷ്വൽസ് നമുക്ക് റെക്കോർഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഡാഷ് ക്യാമറ മേടിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ലൂപ്പ് റെക്കോർഡിംഗ് ആണ്. ലൂപ്പ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്ത് കാർഡ് ഫുള്ളായി കഴിയുമ്പോൾ ഏറ്റവും ആദ്യം ഷൂട്ട് ചെയ്ത ക്ലിപ്പുകൾ അവർ ഓട്ടോമാറ്റിക്കലി ഓവറൈറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന പരിപാടിക്കാണ് ലൂപ്പ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. ഈ ക്യാമറയിലെ സംവിധാനമുണ്ട്. ഒരുമാതിരിപ്പെട്ട ക്യാമറകളിലൊക്കെ അതുണ്ട്. അതില്ലെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ വലിയ മെനക്കെടായിരിക്കും. ഇവരുടെ ആപ്പിൽ നേരെ സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷേ അതങ്ങനെ നമുക്ക് അത്ര ഉപകാരപ്രദമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇവർക്ക് G സെൻസർ ഉണ്ട്. അത് വെച്ചിട്ട് എന്താണ് ഇവർ ഈ ഷോക്കൊക്കെ സെൻസ് ചെയ്തിട്ട് മറ്റേ നമ്മൾ ആക്സിഡൻ്റ് ഒക്കെ സെൻസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ക്ലിപ്പുകൾ അവർ ഓട്ടോമാറ്റിക്കലി സേവ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ലോക്ക് ചെയ്ത് വയ്ക്കും. അത് ഓവറൈറ്റ് ആയി പോകാതിരിക്കാനുള്ള രീതി. പിന്നെ മെയിൻ സംഭവം ഞാൻ പറഞ്ഞില്ല, ഇത് ഫുൾ HD ആണ് ഈ ക്യാമറയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഫുൾ HD എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ഫുൾ HD ക്വാളിറ്റി ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ ഇവരുടെ റെസൊല്യൂഷൻ ഫുൾ HD ഉണ്ട്. പിന്നെ പൊതുവേ നമുക്ക് വിഷ്വൽസ് വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിലേ പറയാൻ പറ്റുള്ളൂ. പകലൊക്കെയാണ് നമുക്ക് പൊതുവേ നമ്പർ പ്ലേറ്റ് ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. രാത്രിയിൽ മിക്കവാറും ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ ഒരിക്കലും കിട്ടില്ല. മറ്റേ ആ ലൈറ്റ് കാരണം ലൈറ്റിൻ്റെ ഒരു ഇങ്ങനെ ആ ഒരു ഗ്ലോ ആയിരിക്കും മെയിനായിട്ട് നിൽക്കുക. അപ്പം നമുക്ക് രാത്രിയിൽ ഒരിക്കലും നമ്പർ പ്ലേറ്റ് ഒന്നും കിട്ടില്ല. പക്ഷേ പകല് നമ്പർ പ്ലേറ്റ് കിട്ടുന്നുണ്ട്. അപ്പം ഇത് ഞാൻ ആപ്പിലൂടെ കണക്ട് ചെയ്ത് എങ്ങനെ ഡൗൺലോഡ് ചെയ്തതെന്നും കൂടെ കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ വീഡിയോ വലുതായി പോകുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് വിഷ്വൽസ് ഇപ്പോൾ ഇതിനകത്ത് ഇട്ടേക്കാം. അതിനുശേഷം ഇവരുടെ ആപ്പുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നത്, ഇതിൻ്റെ അകത്ത് വീഡിയോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത് കവർ മാത്രമേ ഉള്ളൂ. നിലവിൽ ക്യാമറ ഇവിടെ പിടിപ്പിച്ചേക്കുവാണ്. അപ്പോൾ അത് പിടിപ്പിച്ചേക്കുന്ന വിഷ്വൽ കാണിക്കാം. ഇതിപ്പോൾ നമ്മുടെ റിയർ വ്യൂ മിററിൻ്റെ നേരെ പുറകിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ നോക്കിയാൽ കാണാൻ പറ്റില്ല. ഇതൊരു ഹിഡൻ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ അതേസമയം നമ്മളിപ്പോൾ ഇങ്ങനെ ഇറങ്ങി ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇതാണ് സംഭവം. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവും കാണിക്കാം. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അത് മനസ്സിലാവും അവിടെ സംഭവിക്കുന്ന കാര്യമായിട്ട്. ചെറിയൊരു ബ്ലൂ ലൈറ്റ് ഉണ്ട് അത് റെക്കോർഡ് ചെയ്യുമ്പം. അത് ഇപ്പോൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അത് പുറത്തുനിന്ന് അത്ര വിസിബിളൊന്നും അല്ല. നമ്മൾ വെയിലത്തൊക്കെ വന്ന് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ അറിയണമെന്നില്ല. പക്ഷെ ഒരു ഇച്ചിരി തള്ളത്തൊക്കെ ഇരിക്കുക എന്ന് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും റെക്കോർഡിംഗ് ആണെങ്കിൽ. അപ്പോൾ ഇനി ഈ ഡാഷ് ക്യാമറയുടെ വിഷ്വൽസ് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഡാഷ് ക്യാമറയിലെ വിഷ്വൽസ് യൂസ് ചെയ്ത് റിലാക്സിങ് വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അത് ഇവിടെ വല്ലതും ലിങ്ക് ചെയ്തേക്കാം. ഓൾസോ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പം അവിടെ കയറി നോക്കുക. ആ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ സീ യു ഇൻ അനദർ വൺ. അപ്പോൾ അതുപോലെ തന്നെ ഈ അടുത്ത് യൂട്യൂബിൽ കണ്ടാണ് ഒരാൾ കാറ് സിഗ്നൽ പച്ച വന്നപ്പം പുള്ളി മുന്നോട്ടെടുത്തു സിഗ്നലിൽ വെച്ചിട്ട്. അപ്പം പകുതി എത്തിക്കഴിഞ്ഞപ്പോൾ ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇങ്ങനെ വണ്ടി എടുത്തൊന്ന് പുള്ളി വലത്തോട്ട് തിരിക്കാൻ വേണ്ടി വന്ന് ഈ വണ്ടിനെ ബ്ലോക്ക് ചെയ്തു. അങ്ങനെ വന്ന് അപ്പം പുള്ളിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ആ ഗ്യാപ്പിൽ സിഗ്നൽ റെഡായി മറ്റേ സൈഡിൽ നിന്ന് വണ്ടി പോയി തുടങ്ങി. പുള്ളിക്ക് അതിൻ്റെ ഇടയ്ക്ക് പോയി നിരക്കി പുള്ളി അപ്പുറം ചെന്നപ്പോൾ പോലീസുകാർ കൈ കാണിച്ചു, റെഡിലെടുത്തെന്നും പറഞ്ഞു. അപ്പം പുള്ളിക്ക് സിഗ്നൽ പെറ്റിയടിച്ച് കിട്ടിയേനെ. പക്ഷേ അതിന് പകരം പുള്ളിക്ക് ഡാഷ് ക്യാം ഉണ്ടായിരുന്നുകൊണ്ട് പുള്ളി ആ ഡാഷ് ക്യാം വിഷ്വൽ കാണിച്ചു കൊടുത്ത് ഞാൻ പച്ച വന്നപ്പോഴാണ് എടുത്ത് ഇങ്ങനെ കേസ് കൊണ്ടാണെന്ന് പറഞ്ഞ് പുള്ളി ഒരു പോയി. അപ്പം അങ്ങനെയുള്ള ചില ഉപകരണങ്ങളുണ്ട്.